മാങ്ങയും കൊണ്ട് കൂട്ടാൻ പറ്റും. മാങ്ങയും പരിപ്പും എൻ്റെ പഴയകാല ഒരു 10-20 വർഷത്തെ അല്ലേ അതിൻ്റെ എൻ്റെ അമ്മൻ്റെ ഒക്കെ ഓർമ്മയിലുള്ളൊരു കറിയാണ്. ഇത്രയും പഴക്കം 20 വർഷമൊന്നുമല്ല. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. നമ്മൾ മാങ്ങയും പരിപ്പ് എങ്ങനെ വെക്കണം നോക്കാം. ഇതൊക്കെ ഒന്ന് മുറുക്കിയെടുക്കട്ടെ. മുറുക്കിയെടുക്കട്ടെ. നല്ല മഴ, നമുക്ക് നല്ല മഴ. പുളി ഉണ്ടോ മാങ്ങ? ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് ഇരുമ്പാമ്പുളി തിന്നില്ലേ, എന്തൊരു പുളിയാണ്. ഇത് നല്ല പുളിയില്ലേ, എത്ര മഴക്കാലമായിട്ട്. പരിപ്പ് കഴുകി കൊടുക്കട്ടെ. പരിപ്പ് കുക്കറിലിടാണ്. ഒരു വിസിലി കുക്കറിലിട്ട് ഒരു വിസിലി. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഉപ്പിടണ്ട. കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ. ഇന്ന് ഫുള്ള് മഴ ദിവസമാണ് കേട്ടോ. ആകെ ഇരുട്ട് കുത്തി നിൽക്കുന്നുണ്ട്. അടുത്തൊരു വിസിൽ വരട്ടെ കേട്ടോ. കോക്കനട്ട് വെള്ളം, കോക്കനട്ട് വാട്ടർ, കോക്കനട്ട് വെള്ളം, തേങ്ങ വെള്ളം പറഞ്ഞാൽ മതി. നമ്മുടെ മെയിൻ പരിപാടി ചെറുകാരൻ്റെ മടിയാണ്. ഇതെങ്ങനെ ആക്കുക, ഒന്ന് കറക്കിയെടുക്കുക. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കട്ടോ. ജീരകം ഒന്ന് അരച്ചിട്ട് വരട്ടെ. വേവിച്ചിട്ട് കുക്കറിൽ ചട്ടിയിൽ വെക്കാൻ പറഞ്ഞിട്ട് മഞ്ഞളിലേക്ക് വെക്കാൻ. നമ്മുടെ മെയിൻ സാധനം കൊടുക്കുക. മെയിൻ സാധനം മാങ്ങ. 2 വലിയ മാങ്ങയുണ്ട്. ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞപ്പൊടി. സൗണ്ട് കേൾക്കണില്ല, മഴ നല്ല മഴയാണ് പോക്ക്. പിന്നെ ലേശം മുളക് പൊടി, 2 സ്പൂൺ മുളക് പൊടി. ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ചും കൂടി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഉപ്പ് അങ്ങനെ നോക്കിയിട്ട് പാകത്തിന്. ഒന്ന് വേഗട്ടെ കേട്ടാ. മാങ്ങയ്ക്ക് വേവൊന്നുമില്ല. തിളക്കട്ടെ. മാങ്ങയൊക്കെ വെന്തോട്ടാ. മാങ്ങ വെന്തോ. ഈ അരപ്പിട്ട് കൊടുക്കട്ടെ കേട്ടാ. തേങ്ങയും ജീരകവും കൂടി അരച്ചരപ്പ് വെച്ചിട്ട് കുറച്ചുകൂടി വെച്ച് കൊടുക്കട്ടെ. ചാറ് കുറുകും, ടൈറ്റ് ആവും. 5 ചാറ് കൈ പൊള്ളി. ഇതെന്താ കൈ പൊള്ളി. കുക്കറിൻ്റെ മൂടി അപ്പുറത്തിരിക്കുന്നില്ലേ? ഉപ്പുണ്ട നോക്കട്ടെ. കുറച്ച് ഉപ്പ് വേണം. കുറച്ച് ഉപ്പ് എടുത്തിടും. നല്ല ഉപ്പ് കഴിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഉപ്പ് കുറയ്ക്കണം പറഞ്ഞിട്ട് കൂടുതലല്ലാണ്ട് കുറയണം. ഒന്ന് തിളക്കട്ടെ. തേങ്ങ ഇട്ടിട്ട് തിളച്ചു ഇറക്കട്ടെ. താളിക്കാം.
മൺചട്ടിയിൽ കൂടുതൽ ഇങ്ങനെ തിളയ്ക്കാൻ പെട്ടെന്ന് തിള വേഗം പോവില്ല. ആ അതങ്ങനെ നിൽക്കും. നല്ല ഓർക്കും ശരിയായില്ല. അതുകൊണ്ട് കടുകോറ ആ മൂടി അവിടെ വെച്ച കാരണം കൈ ഇങ്ങനെ പിടിക്കുന്നില്ലേ? പൊള്ളിയേ ചൂട് വെച്ചിട്ടേ സ്ഥലക്കുറവ് നല്ലോണം ഇല്ലേ. പാത്രങ്ങൾ വെക്കാനൊന്നും സ്ഥലമില്ല. കടുക് ശർക്കരെല്ലാം കടുക് കടുക് കൊടുക്കട്ടാ. കടുകിട്ടു. കടുകോറ വെളുത്തുള്ളി പിന്നെ 2 പച്ചമുളക്. ഒരു പച്ചമുളക് അന്നത്തിനുള്ളിൽ പൊടി കഴുകി വേണം. പിന്നെ കറിവേപ്പില ഇനി നമ്മുടെ മുളക് പൊടി താളിച്ച് കയ്യിൽ സാധനം അതൊക്കെ ഉണ്ടെങ്കിലേ ആ തുണി ഇട്ട് പിടിക്കുക. എൻ്റെ മാങ്ങയും പരിപ്പും കറി റെഡി. പഴയകാല ഓർമ്മയിലേക്ക് പോയി ഞാൻ വീണ്ടും. ഞാൻ ഉരുളക്കിഴങ്ങ് അടുപ്പിൽ വെക്കട്ടെ. എൻ്റെ ഉരുളക്കിഴങ്ങ് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കട്ടെ. ഉപ്പേരി വയ്ക്കാൻ നാടൻ ഉരുളക്കിഴങ്ങ് ഉപ്പേരി. നാടൻ കറിയാണ് എൻ്റെ. അങ്ങനെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഉള്ളി ഇല്ലേ? സവാള ഉരുളക്കിഴങ്ങ് മാത്രം. മെഴുക്ക് വരട്ടി. ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി ഒന്ന് കത്തിച്ച് അടച്ച് വെച്ച് വേവിക്കട്ടെ കേട്ടോ. റെഡി. എൻ്റെ ഉരുളക്കിഴങ്ങൊക്കെ വന്നു കേട്ടോ. വന്നു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടാകട്ടെ. കുറച്ച് കടുകിട്ട് കൊടുത്തു. പൊട്ടണ്ടോ? ഇതെന്താ? കരിവേപ്പില. 2 കറിവേപ്പില, 2 വറ്റൽമുളക്. കറിവേപ്പില ചെറിയ ഇട്ട് കൊടുക്കട്ടെ. സമയമില്ലേ? ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി സൂപ്പർ ടേസ്റ്റ്. നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇത്രേ ഉള്ളൂ. ചോറ് ഒഴിച്ചു. ചോറ് ഉരുളക്കിഴങ്ങ് എന്താ മണം? വായിൽ വെള്ളം ഓർന്നു. വേണ്ട. എന്താ മാങ്ങയും പരിപ്പും. പൊന്നോ കൊണ്ടാ പറയും. ചോറിന് നിങ്ങള് ഊതാൻ തുടങ്ങി. ചൂടായിട്ട് ചോറുണ്ണണം, തണുത്തിട്ട് ഉണ്ണാൻ പാടില്ല. ഓടി വാ. ഫസ്റ്റത്തെ ഉരുള ആളെ എത്തിയിട്ടില്ല. അതാണ് ഞാൻ ഇങ്ങനെ കുറെ നേരം കുഴച്ച് നിൽക്കും.
എന്താ മുന്നേ മൗനമായിട്ടിരിക്കണേ? കഴിയട്ടെ, ചൂടണ്ടേ. എന്താ ഏട്ടാ വായിൽ മൊഴിയാനൊന്നുമില്ല. ചോറ് കിട്ടിയപ്പോ മതി മറന്നു. എന്താ അങ്ങട്ടേ എന്താ പുള്ളി കഴിഞ്ഞിട്ടാ മാങ്ങയുടെ പുളിയും മാങ്ങയും വെച്ചു. അപ്പോൾ ഇതെല്ലാവരും വെച്ച് നോക്കുക. പിന്നെ ഞങ്ങൾ ഇതൊക്കെ അന്നുള്ള വീഡിയോ ആണ്. കാലത്തണിച്ചുള്ള അന്നാണ് നിത്യജീവിതത്തിൽ ഞങ്ങൾ എന്താ കറി വെക്കണം അതാണ് കാണിക്കുന്നത്. കാലത്തെന്താ വെക്കണത് അത് കാണിച്ചു തരാണ്. ഇതാണ് ഞങ്ങളുടെ സ്ഥിരം. അല്ലാണ്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടിടല്ല. രാവിലെ എന്താ വെക്കണത് അതെടുത്ത് കാണിക്കണം. അപ്പൊ ഇതുപോലത്തെ ഒരു കറി എല്ലാവരും വെച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയാം. ടാറ്റ എല്ലാവർക്കും. നല്ലൊരു ദിവസമായിരിക്കട്ടെ.